ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷണമായിരുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ കൽബിലേക്ക് പടന്നു കയറിയ പൊന്നുമോളാണല്ലോ ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ, മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ ശിക്ഷണത്തിൽ ജീവിച്ച ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പൊന്നുമോള. ആദ്യം കിട്ടിയ പെൺമക്കൾ ഓരോരുത്തരായി മക്കളൊക്കെ മരണപ്പെട്ടു പോകുമ്പോഴും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരെ ജീവിച്ചിരുന്ന പൊന്നുമോളാണല്ലോ ഫാത്തിമ. എന്ന് പറഞ്ഞാലും മരണപ്പെടുന്ന സമയത്ത് 20.5 വയസ്സാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പ്രായമുള്ളത്. എന്നെ കേൾക്കാൻ ഇവിടെ എത്തിയ പ്രിയപ്പെട്ട ഉമ്മമാരോട് കേൾക്കണേ, നിങ്ങൾ ഫാത്തിമയെ സ്വർഗത്തിന്റെ കൂട്ടുകാരിയുടെ ലലനാമണി ഫാത്തിമ, മഹിതാമണി ഫാത്തിമ, ലാഹോറിലെ അടിച്ചുതളിക്കാരനും പെഷവാറിലെ ചെരുപ്പ് കുത്തിക്കും ഒരേപോലെ പ്രിയങ്കരിയായ ഫാത്തിമ. ആ ഫാത്തിമ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളാണ്. ഏത് സമയത്തും ഒരൊറ്റ ദിവസം പോലും തന്നെ മകളുടെ വീട്ടിൽ പോകാതെ അല്ലാഹുവിന്റെ റസൂൽ എന്ന പിതാവ് പള്ളിയിലേക്ക് പോയിട്ടില്ല. യാത്ര പോകുമ്പോൾ പെൺമക്കളുടെ വീട്ടിൽ പോയി യാത്ര പറയും. യാത്ര കഴിച്ചു തിരിച്ചു വന്നാലുടനെ പെൺമക്കളുടെ വീട്ടിലേക്ക് പോകും. കല്യാണം കഴിച്ചു വിട്ടിട്ട് പോലും ആ പതിവ് തെറ്റിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മോളുടെ കല്യാണം കഴിച്ചു വിട്ടു, ഇനി അവളെ കെട്ടിയവന്റെ കഥയാണ്, ചുമതലയാണെന്ന് പറയരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക്, മദീനത്തെ പള്ളിയിലേക്ക് പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്ന പ്രവാചകനല്ല, ആ പ്രവാചകനായതോടുകൂടെ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പിതാവ് നേരെ തന്റെ കല്യാണം കഴിഞ്ഞ ഫാത്തിമ ബീവിയുടെ വീട്ടിൽ വരും. ഫാത്തിമയുടെ ഭർത്താവാരെന്നറിയോ? സയ്യിദുനാ അലിയുൽ മുർത്തള. ലോക വിജ്ഞാന നഗരിയുടെ കവാടമെന്ന് പരിചയപ്പെടുത്തിയ ചില്ലറക്കാരനല്ല, തന്റെ കളിക്കൂട്ടുകാരനായ അലി ഇബ്നു അബീ ത്വാലിബാണ് റളിയല്ലാഹു തആല അൻഹുമാ. ആ രണ്ടുപേരും കിടന്നുറങ്ങുന്ന വീടിന്റെ വാതിൽ വന്നിട്ട് വെല്ലെ വിളിക്കും യാ അലി യാ ഫാത്തിമ ഖുമാ ഫസല്ലയാ റകഅതൈനി വലൗ റകഅതൈനി ഖബല അൽഫജ്ർ. അലിയെ, ഫാത്തിമ, ഖുമാ, നിങ്ങൾ രണ്ടുപേരും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കണേ, ഉറക്കത്തിന്റെ കരിമ്പടത്തിൽ നിന്ന് എഴുന്നേൽക്കണേ. എന്നിട്ട് 2 റകഅത്ത് നിങ്ങൾ നിസ്കരിക്കണേ. വലൗ റകഅതൈനി ഖബല അൽഫജ്ർ, അത് സുബഹിക്ക് മുമ്പുള്ള 2 റകഅത്ത് തഹജ്ജുദ് നിസ്കാരമാണെങ്കിൽ ശരി. ഫാത്തിമ, അലിയെ, നിങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് നിസ്കരിക്കണേ എന്ന് പറഞ്ഞിട്ട്. നല്ല രസമാണ് ഈ സംഭവം. ഒരു വാപ്പ എങ്ങനെയാണ് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയത്? ഇങ്ങനെ പിതാവിന്റെ കണ്ണും കാതും ശ്രദ്ധയുള്ള കുടുംബത്തിലാണ് റിസ്കിന്റെ വിശാലതയുള്ളത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലും മദീനത്തെ പള്ളിയിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ പോയി. നിസ്കാരം കഴിഞ്ഞ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് വീണ്ടും പള്ളിയിൽ നിന്നിറങ്ങിയിട്ട് തന്റെ മോളുടെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് വീണ്ടും വാതിലിൽ വിളിച്ചു, അലി യാ ഫാത്തിമ, അലിയെ, ഫാത്തിമ, നിങ്ങളെ രണ്ടുപേരും എഴുന്നേറ്റ് നിസ്കരിച്ചുവോ? അവതുസല്ലിയാവാനി അന്തുമാ, നിങ്ങളെ രണ്ടുപേരും നിസ്കരിച്ചോ? അതല്ല, ഞാൻ വിളിച്ചിട്ട് എഴുന്നേറ്റിട്ട് വീണ്ടും നിങ്ങൾ കിടന്നോ? 2ാമത്തെ പ്രാവശ്യവും വരും. എന്നിട്ട് വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. ആ വീടിന്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊഴിക്കുന്ന ശബ്ദമോ അല്ലെങ്കിൽ എന്തെങ്കിലും അനക്കമോ കേൾക്കാതെ വരുമ്പോ 2ാമതും വാതിൽ വിട്ടു മുത്തു മുസ്തഫ, അലിയെ, നിങ്ങൾ എഴുന്നേറ്റില്ലേ അലിയെ? അങ്ങനെ ഉണ്ടല്ലോ, ഒന്ന് വിളിച്ചു വിട്ടിട്ട്, നമ്മൾ മക്കളെ വിളിച്ചു വിട്ടിട്ട് അവരെഴുന്നേറ്റ്, ആ വാപ്പ ഞാൻ വരുന്നത്, ആ വരുന്ന പള്ളിയിലേക്ക്, എന്നിട്ട് വീണ്ടും കിടക്കും. ഓ, വന്നിട്ട് പൊന്നുമോളുടെ വീടിന്റെ മുമ്പിൽ നിൽക്കും ഉപ്പ. മദീന മുഴുവനും
നിശബ്ദമായി കിടക്കുന്ന സുബഹിയുടെ നേരത്ത്, തഹജ്ജുദിന്റെ നേരത്ത് ഒരു ഉപ്പ കല്യാണം കഴിച്ചു വിട്ട് തന്നെ മോളിന്റെ വീടിന്റെ ചാരത്ത് വന്ന് മെല്ലെ നിൽക്കും. വെള്ളമെടുക്കുന്ന ഒതുവെടുക്കുന്ന ശബ്ദം കേൾക്കുകയോ വീടിൻ്റെ ഉള്ളിൽ നിന്ന് അനക്കം കേൾക്കാതിരിക്കുകയോ ചെയ്യുമ്പോ രണ്ടാമതും വിളിക്കും, ഫാത്തിമ നിങ്ങൾ എഴുന്നേച്ചിട്ട് വീണ്ടും കിടക്കുകയോ ഫാത്തിമ. ആ സമയത്ത് രണ്ടാമത് അലി റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് വന്നു. എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, നുഫൂസുനാ ബിയദില്ലാഹ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും ശരീരം അല്ലാഹുവിന്റെ കയ്യിലല്ലേ. ഇൻഷാ അംസകഹു, അവൻ ഉദ്ദേശിച്ചാ ചിലപ്പോ അവിടെ തന്നെ കിടത്തിക്കളയും. വ ഇൻഷാ, അവൻ ഉദ്ദേശിച്ചാൽ അർസലഹു, ചിലപ്പോൾ അതിനെ വിട്ട് എഴുന്നേൽപ്പിച്ചു കളയും. ഇത് അല്ലാഹുവിന്റെ കയ്യിലല്ലേ ഞങ്ങളുടെ നഫ്സ്. പടച്ചറപ്പ് ചിലപ്പോ അങ്ങോട്ട് കിടക്കാൻ തോന്നിപ്പിച്ചു കളയും. ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിലല്ലല്ലോ നബിയേ. ആദ്യം എഴുന്നേൽപ്പിച്ചു വിട്ടിട്ട് എഴുന്നേൽക്കാതെ തന്റെ മരുമകനും മകള് കിടക്കുന്നത് കണ്ട് രണ്ടാമത് വന്ന് വാതില് വിട്ടപ്പോ അമ്മോ സംഘാക്കായോട് മരുമോൻ പറഞ്ഞ മറുപടിയാണിത്. ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടാവുമോ നബിയെ? ഇതെല്ലാം അല്ലാഹുവിന്റെ കയ്യിലല്ലേ. എഴുന്നേക്കണമെന്ന് കരുതി എഴുന്നേറ്റതാണ്. വീണ്ടും കടന്നുപോയി ഒരു തർക്കവും പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ കയ്യിലല്ലേ ഞങ്ങളുടെ ശരീരത്തിന്റെ കടിഞ്ഞാൺ. ഇത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കേട്ടുകൊണ്ട് തിരിച്ചു നടന്നു. ചിരിച്ചുകൊണ്ട് തിരിച്ചു നടന്നിട്ട് തന്റെ തൊടയിൽ ഇങ്ങനെ വലത്തെ കൈകൊണ്ട് മുത്ത് റസൂല് തൊടയിലടിച്ചിട്ട് ഖുർആന്റെ ഒരായത്തോതിയിട്ട് മെല്ലെ ഓതിക്കൊണ്ട് ചിരിച്ചോണ്ട് ഇറങ്ങിപ്പോയത്രേ. വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ, വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ. അല്ലാഹു പറഞ്ഞുവല്ലോ, ഈ മനുഷ്യൻ തർക്കിക്കുന്ന കാര്യത്തിൽ അവൻ എന്നും മുമ്പന്തിയിലാണ്. വിളിച്ചു വിട്ടിട്ട് അല്ലാഹുവിന്റെ കയ്യിലല്ലേ എന്ന് തന്നോട് തർക്കം പറഞ്ഞ മരുമോന്റെ വർത്തമാനം കേട്ട് മദീനത്തെ ഉണ്മപ്രഭാതത്തിന്റെ പുലരിയുടെ പ്രഭ വെളിച്ചത്തിൽ റിസാലത്തിന്റെ കൈകൊണ്ട് തൊടയിലടിച്ചിട്ട് ഖുർആന്റെ ആയത്തോതി മെല്ലെ പിറുപിറുത്തിട്ടൊരായത്തോതി, വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ. തർക്കത്തിന്റെ കാര്യത്തിൽ ഈ മനുഷ്യൻ എപ്പോഴും മുമ്പിൽ തന്നെ എന്ന് തൊടയിലടിച്ചിട്ട് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയി. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എൻ്റെ സഹോദരാ, കല്യാണം കഴിച്ചിട്ട് വിട്ടതന്റെ കരളിന്റെ കഷണത്ത് തഹജ്ജുദ് നിസ്കാരത്തിന് തട്ടി ഉണർത്താമെന്ന മുത്തു റസൂൽ എന്ന പിതാവിനെ നാം മാതൃകയാക്കണം. നമ്മുടെ പെൺമക്കളുടെ കാര്യത്തിൽ, നമ്മുടെ ആൺമക്കളുടെ കാര്യത്തിൽ നമ്മൾ സദാ ജാഗരൂകരായിരിക്കണം. നിന്റെ കുടുംബത്തോട് നിസ്കരിക്കാൻ പറയണേ. അതൊരു ചെറിയ കാലഘട്ടത്തിന് മാത്രമല്ല. ഉമ്മാക്ക് ക്യാൻസർ ആണെന്ന് തെളിഞ്ഞു, വാപ്പായ നിസ്കാരപ്പായിലുണ്ട്, പെൺമക്കള് നിസ്കാരപ്പായിലുണ്ട്. അതേവരെ മങ്കൂസും ഒരു തോതാത്തവൻ പള്ളിയിലെ ഹദ്ദാദ് റാത്തീബിന് തൊട്ടടുത്തുണ്ട്. മോനെ, ഇത് കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമല്ല. വീട്ടിൽ ആർക്കെങ്കിലും ഒരു മാരക രോഗം വന്നു, എല്ലാരും നിസ്കാരപ്പായിലായി, കണ്ണീരിൽ കുതിർന്ന് നിസ്കാരപ്പായ കുതിരാൻ തുടങ്ങി. ദിക്ർ ഹൽക്കകൾക്ക് സലാത്ത് മജ്ലിസിലും പങ്കെടുക്കാൻ തുടങ്ങി. അല്ല മനുഷ്യ, അല്ല. നിന്റെ ക്ഷേമത്തിലും നിന്റെ ക്ഷാമത്തിലും നിന്റെ സങ്കടത്തിലും നിന്റെ സന്തോഷത്തിലും നിന്റെ സന്താപത്തിലും നിന്റെ പ്രയാസത്തിലും നിന്റെ ആകുലതയിലും നിന്റെ വ്യാകുലതയിലും നിന്റെ ആധിയിലും നിന്റെ വ്യാധിയിലും നിന്റെ വ്യതയിലും നിന്റെ ശ്രദ്ധയിലും നിന്റെ ആപത്തിലും നിന്റെ സന്തോഷത്തിലും നിന്റെ പ്രതിസന്ധിയിലും നിന്റെ പരിഭവത്തിലും നിന്റെ പരിതാപത്തിലും ഏത് സമയത്തും നിന്റെ വീട്ടുകളിലെ ഇബാദത്തിനെ നിലനിർത്തണേ. ലാ നസ്അലുക റിസ്ക, എനിക്ക് നീ ഭക്ഷണം തരണ്ണാടിമേ. നഹിനു നർസുഖുക, നിനക്ക് റിസ്ക് നൽകുന്നത് ഞാനാണ്. നിന്റെ റിസ്കിൽ ഞാൻ വിശാലത നൽകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. 4 അഞ്ചാമത്തെ പറയണ
അഞ്ചാമത്തെ പറയണ. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഏറെ നെട്ടിപ്പരത്തി പറയുകയല്ല, നമ്മുടെ ജീവിതത്തിൽ ചില മൂല്യങ്ങളിലേക്കും ചില നിട്ടകളിലേക്കും നാം തിരിച്ചു വരണം. ഇത് തിരിച്ചു പോകാനുള്ള ജീവിതമാണ്, ഇത് സ്ഥായിയായ ജീവിതമല്ല. ഹലക്കൽ മുദാവി വൽ മുദാവാ വല്ലദീ ജലബദ്ദവാ ബാഹു വൽ മുസ്തരീ. രാവിലെ സുബഹി നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലോട്ട് പോകുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആലാഹു തന്റെ മദീനയിലെ ചെറിയ ഒരു ഓലപ്പുര ഈത്തപ്പനമരത്തിന്റെ ഓല വെച്ച് മെഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണ്ടുകാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ പനയോല ഒക്കെ വെച്ച് മേയണ മാതിരി ഇല്ല, അങ്ങനെ മദീനയിലെ തെരുവോരത്ത് തന്റെ ഒരു കൊച്ചുകൂര ഈത്തപ്പന മരത്തിന്റെ ഓല വെച്ച് മേഞ്ഞുകൊണ്ടിരിക്കുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാഹാദാ ഇബ്നു ഉമർ, ഇബ്നു ഉമർ ഇതെന്താണ് ചെയ്യുന്നത്? പറഞ്ഞു, നബിയേ, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വീടാണിത്. പക്ഷേ ഇബ്നു ഉമറേ വല്ലംറു മുസ്തൈദിൽ, പക്ഷേ കാര്യങ്ങൾ അതിനേക്കാൾ വേഗത്തിൽ കടന്നു പോകുമല്ലോ. ഇവിടെ താമസിക്കുന്നതിന് മുമ്പ് മരണം വന്നാൽ എന്ത് ചെയ്യും ഇബ്നു ഉമറേ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. അപ്പോഴാണ് തോളിൽ വെച്ചിട്ട് പറഞ്ഞത്, ഇബ്നു ഉമറേ, ഇദാ അസ്ബഹത ഫലാ തന്തളിരിൽ മസാ വഇദാ അംസൈത ഫലാ തന്തളിരി സ്വബാ. പ്രഭാതം കണ്ടാല് പ്രദോഷത്തെ പ്രതീക്ഷിക്കണ്ട, പ്രദോഷം കണ്ടാല് പ്രഭാതത്തെ പ്രതീക്ഷിക്കണ്ട. ഈ പ്രഭാതം കണ്ട എത്ര പേര് പ്രദോഷത്തെ ഖബറിന്റെ ഉള്ളിലായി. സിംഹാസനത്തിനു ചുറ്റി നിന്നവരല്ലേ, പിടിമണ്ണ് വാരിയെറിഞ്ഞൊരത്ഭുതമല്ലേ. നിന്റെ കൂടെ ചിരിയും കളിയും പറഞ്ഞ് നടന്നവരല്ലേ, നിനക്ക് ആവശ്യമുള്ളതൊക്കെ കൈവെള്ളയിൽ തന്നവരല്ലേ. മണ്ണിന്റെ അടിയിലേക്ക് നിന്നെ മയ്യത്തെടുത്തു വെച്ചപ്പോ പിടിമണ്ണ് വാരിയിട്ടത് നിന്റെ കൂട്ടുകാരല്ലേ. ആരാ പിടിമണ്ണ് വാരിയിട്ടത്? എന്റെ വീടിന്റെ പണി നടക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് പണിക്കാരുടെ കൂടെ നടന്നിട്ട് ഞാൻ കുറച്ചാളുകള് പ്രസംഗത്തിന് വിളിക്കാൻ വരുമ്പം വീട്ടിന്റെ ഉമ്മറത്തേക്ക് കയറി അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സമയത്ത് എന്റെ മോൾക്കൊരു 3-3.5 വയസ്സ് പ്രായമാണ്, അല്ലെങ്കിൽ ഒരു 4 വയസ്സ് പ്രായം. ഞാനിരിക്കും എന്റെ അടുക്കലേക്ക് ഓടി വന്ന് മടിയിൽ കയറിയിട്ട് അവൾ എന്റെ തലയിലിരിക്കുന്ന തോളത്തിരിക്കുന്ന പൊടിയൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് പറഞ്ഞു, വാപ്പി, ശരീരത്തിൽ വാപ്പിയുടെ ദേഹത്ത് നല്ല മണ്ണിരിക്കുന്നുണ്ട്. അവള് കുഞ്ഞിളം കൈകൾ കൊണ്ട് ആ മണ്ണ് മുഴുവനും തുടച്ചു മാറ്റി. പക്ഷേ സഹോദരാ, ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇവിടെ പ്രസംഗം കഴിഞ്ഞ് നാളെ രാവിലെ കോഴിക്കോടെത്തണം. അതൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത്. അതല്ല, എന്നെ മയ്യത്താണ് വീട്ടിലിരിക്കുന്നതെങ്കിൽ എന്നെ 3 വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിക്കാട്ടുണ്ടിലേക്ക് ഇറക്കി വെക്കുമ്പോ എന്റെ ശരീരത്തിൽ നിന്ന് മണ്ണ് തട്ടിമാറ്റി എന്റെ പൊന്നുമോളുടെ കൈവെള്ളയിൽ ആരെങ്കിലും ഒരു പിടി മണ്ണ് കൊടുക്കില്ലേ? തട്ടിമാറ്റ ഉപ്പാടെ ശരീരത്തിലേക്ക് അവള് പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് തരില്ലേ? സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ, പിടിമണ്ണ് വാരി എറിഞ്ഞതത്ഭുതമല്ലേ. ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ, അവർക്കുള്ള ഹാലറിയാത്തതത്ഭുതമല്ലേ. അതുകൊണ്ട് സഹോദരാ, സഹോദരി, ഈ ജീവിതം നൈമിഷികമാണ്. ഇതിന്റെ ഇടയിൽ ആരോടാണ് ഈ മത്സരം? ആരോടാണ് ഈ വൈരാഗ്യം? ആരോടാണ് ഈ കുശുമ്പ്? ആരോടാണ് ഈ കുന്നായ്മ? ഈ ഹ്രസ്വകാല ജീവിതത്തിന്റെ ഇടയിൽ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ദിവസത്തെ ഓർക്കുക. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഏകനായ അല്ലാഹുവിലേക്ക് നിങ്ങളെ തിരിച്ചു വിളിക്കുന്ന ദിവസമുണ്ട്. ആ തിരിച്ചു വിളിക്കുന്ന ദിവസം എല്ലാവരും വിളിക്കുത്തരം നൽകുന്ന ദിവസം. ദുനിയാ കേ മുസാഫിർ മൻസിൽ തെരീ ഖബർ ഹേ, ദുനിയാ में कैसा रहिना लाखों करोड़ आए, बाकी रहा न कोई मिट्टी से सो रही है. കോടീശ്വരനും
പാവപ്പെട്ടവനും ഒരേപോലെ അന്തിയുറങ്ങുന്ന 6 അടി മണ്ണിലേക്കുള്ള യാത്രക്കാരാ. റബ്ബിലേക്ക് തിരിച്ചു പോകുമ്പോ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? ആകെയുള്ളത് ഇരുന്നത്, ഈ പറഞ്ഞത്, ഈ ചൊല്ലിയ സ്വലാത്തുകൾ, ചൊല്ലിയ അദ്കാറുകൾ, പാരായണം ചെയ്ത ഖുർആനുകൾ, പാവപ്പെട്ടവനെ സഹായിച്ചത്, അഗതിക്ക് കൊടുത്തത്, അനാഥയ്ക്ക് കൊടുത്തത്, പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയത്, വിധവയുടെ കല്യാണത്തിന് സഹായിച്ചത്, ആംബുലൻസ് കൊടുത്തത്, രോഗികളെ നേരത്തെ എത്തിച്ചു കൊടുത്തത്, ഇതൊക്കെ അല്ലാതെ നമ്മുടെ മീസാൻ എന്ന ത്രാസിൽ ഭാരം തൂങ്ങാൻ ഏത് അമലുകളാണ് നമ്മുടെ കയ്യിലുള്ളത്? 5ാമത്തെ കാര്യം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് റാഹത്തായി ദുആ ചെയ്ത് നമുക്ക് പിരിയാം. ഏറെ ദൂരത്തെത്തേണ്ടത് ഈ വിനീതനാണ്. റബ്ബ് നമ്മുടെ യാത്രകളിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ പ്രവർത്തകരുടെ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും അവനവന്റെ പാരത്രിക ജീവിതത്തിലേക്കുള്ള യാത്രക്കൊരുങ്ങാൻ. ഖുർആൻ പറഞ്ഞ 4 കാര്യങ്ങൾ നമ്മൾ ചേർത്ത് പിടിച്ചു പറയാണ്. റബ്ബേ, ഈ സദഖ ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഏതാഗ്രഹത്തോടെ സദഖ ചെയ്യുന്നുവോ റബ്ബേ നീ കബൂലാക്കണേ അല്ലാ. പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. നന്മ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറ്റി, കടങ്ങളുള്ളവരാണെങ്കിൽ കടങ്ങൾ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, രോഗങ്ങളുള്ളവരാണെങ്കിൽ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു اللهم صل على محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. എല്ലാവിധ ദുഃഖങ്ങളും അല്ലാഹു നമുക്ക് മാറ്റി നൽകി എല്ലാ പ്രയാസങ്ങൾക്ക് റബ്ബ് ശമനം നൽകുമാറാകട്ടെ. ഇങ്ങോട്ട് വളരെ പ്രധാനപ്പെട്ട ഖാസായ ഒരു കാര്യം നമ്മോട് പറയണം. 5ാമത്തെ കാര്യം, സമ്പത്തുണ്ടാകുന്ന 5ാമത്തെ കാര്യം എന്താണെന്നറിയോ? എന്താണ്? അറിയില്ല? അല്ലാഹു അക്ബർ. 5ാമത്തെ കാര്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമായികും ഇയകൂനൂ ഫുഖറാ യുഗ്നീഹുമുല്ലാഹു മിൻ ഫളിലി. ഈ ആയത്ത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ട്? അവനാന്റെ കല്യാണത്തിനെങ്കിലും കേട്ടിട്ടുണ്ടോ? കത്തി പോതിട്ട് അല്ലേ? ഈ ആയത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എവിടെ? നിക്കാഹിന് ഇമാമോതുകയാണ്. ഈ യകൂനു ഫുഖറാ, നിങ്ങൾ വിവാഹം കഴിക്കുന്നത് ദരിദ്രകളായ പെൺകുട്ടികളെയാണെങ്കിൽ, പാവപ്പെട്ട അനാഥരായ പാവപ്പെട്ട പെൺകുട്ടികളെയാണ് നിങ്ങൾ നിക്കാഹ് ചെയ്യുന്നതെങ്കിൽ, യുഗ്നീഹുമുല്ലാഹു മിൻ ഫളിലി, അല്ലാഹു നിങ്ങളെ ധനാഢ്യന്മാരാക്കും. ഇപ്പൊ അതോർത്തിട്ട് ഇനിയിപ്പോ 2ാമത് ഘട്ടം നടക്കണ്ട. പടത്തോനെ കടം മാറാൻ ഈ 4 എണ്ണം പറഞ്ഞാൽ ചെയ്യൂല. കടം മാറാൻ ഇങ്ങനെ ഒരു എളുപ്പ പരിപാടി ഉണ്ടെങ്കിൽ, ഒരു പാവപ്പെട്ട കൊച്ചിനെ കിട്ടിയ കടമൊക്കെ മാറുമെങ്കിൽ എന്നാ പിന്നെ അതാവട്ടെ, അംഗവും കാണാൻ താളി ഓടിക്കുക. നമ്മൾ മഹാ ബിരുദന്മാരാണ് എന്ന് പറഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇങ്ങോട്ട് എന്നെ നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പുരുഷനും ഏതെങ്കിലും വാപ്പ കട്ടപ്പെട്ട് സമ്പാദിച്ചിട്ടാക്കിയ സമ്പത്ത് മോൾക്ക് കൊടുത്ത് വല്ല പെണ്ണിന്റെയും വാപ്പാന്റെ സമ്പത്ത് കൊണ്ട് എനിക്ക് കോടീശ്വരനാകാന്ന് നിങ്ങളാരും മോഹിക്കണ്ട. മനസ്സിലായില്ലേ? ഈ സാധനത്തിനാണ് ആർത്തി കുറയ്ക്കണമെന്ന്. നമ്മുടെയൊക്കെ നാട്ടിൽ എന്താ സ്ത്രീധനം പടച്ചോനെ, എത്ര വീട്ടുകാരാണ് കണ്ണീര് കുടിക്കുന്നത്. നിങ്ങളാ മലപ്പുറം കോഴിക്കോടൊക്കെ കല്യാണത്തിന് കുറച്ച് ആർഭാടം കൂടുതല, എന്നാൽ ഇമ്മാതിരി സ്ത്രീധനം ഇല്ല.
അല്ലേ? ഉസ്താദ് ഈ നാട്ടുകാരനാണ്. കരുനാഗപ്പള്ളിയല്ല, മലപ്പുറം കോഴിക്കോടൊക്കെ പോയ അവർ കുറച്ച് കല്യാണത്തിന് കുറെ മൈലാഞ്ചിയും അതും ഇതുമൊക്കെ കാണിക്കും. എന്നാലും സ്ത്രീധനം കുറവ് ഇല്ല, അങ്ങനെയൊന്നും ഇല്ല, കൊടുത്തുവിടലാണ്. ഇവിടെ പടച്ചു തമ്പനെ ഇവിടെ ഒരു സ്വന്തമായിട്ട് 4 അടക്കയില്ലാത്തവന് ഒരു സിറ്റ് കൊടുത്താലേ പെണ്ണ് കിട്ടും. എത്ര പെൺകുട്ടികളുടെ പിതാക്കന്മാരാണ് പലിശക്കെടുക്കൽ, എത്ര പേരാണ് പലിശ എടുത്തിടക്കണത്. ഇനി ഇവരുമുണ്ട് അപ്പുറത്തെ വീട്ടിലെ കൊച്ചിന് സിഫ്റ്റ് കൊടുത്തിട്ടാ കെട്ടിച്ചെങ്കിൽ പിന്നെ ഞാൻ ഇന്നോവ കൊടുത്തിട്ടാ കെട്ടിക്കും. അവസാനം പലിശ എടുത്ത് അവസാനം സർവ്വതും കുത്തുവാള എടുക്കുന്ന അവസ്ഥ. ചോദിക്കണതിന് വല്ല മടിയുണ്ടോ? ചോദിച്ചു മേടിക്കണതിന് ബ്രോക്കറെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഇത്ര കൊടുത്താല് ഒന്നും പറയണില്ല. ആ ചോദിക്കണതന്നെ പലതാ. ഒരുത്തൻ മോൻ ഉസ്താദെ എടാ എത്ര വേണോടാ? അപ്പൊ അവൻ പറഞ്ഞു അത്രേ, എനിക്ക് മഗ്രിബ് സുബഹി മതി. അപ്പൊ ആ ആളുകൾ ഓർത്ത് പടച്ചോനെ പെണ്ണ് കെട്ടാൻ നേരത്ത് സുബഹിയും മഗ്രിബും ഒക്കെ കളാക്കരുതെന്ന് ആഗ്രഹമുള്ളൊരു പെണ്ണിനാണല്ലോ ഇവൻ കെട്ടണം, നല്ല ഇറക്കണാണ്. അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയാം, കോഡാണ്. മഗ്രിബ് സുബഹി എന്ന് പറഞ്ഞാൽ സുബഹി 2 റക്അത്ത്, മഗ്രിബ് 3, 3 × 5 5 ലക്ഷം മതിയെന്ന്. അപ്പൊ 10 വേണമെന്ന് പറയാൻ ലൊഹറും അസറും സുബഹി 10 ലക്ഷം. ഇവങ്ങാനും തറാവി എങ്ങാനും ചോദിച്ചാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, സാധുക്കളായ പെൺകുട്ടികളെ നിങ്ങൾ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരാ, പെണ്ണിന്റെ വാപ്പാന്റെ സ്വത്ത് കണ്ടിട്ട് അതുകൊണ്ട് ധനാഢ്യനാകാമെന്ന് കരുതരുത്. അത് വ്യാമോഹമാണ്. അല്ലാഹു തരുന്ന ബറക്കത്തിലാണ് സമ്പാദ്യമുള്ളത്. ഇങ്ങനെ അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറഞ്ഞത് ഈ സമ്പത്തിനോടുള്ള അതിമോഹത്തെ ഇല്ലാതാക്കുക. അവനവന്റെ ആൺമക്കളെ വെച്ചിട്ട് പെൺകുട്ടികളുടെ വാപ്പാനോട് വരവേശിയിട്ട് അതിൽ നിന്ന് സമ്പാദ്യം ഉണ്ടാക്കാമെന്ന് കരുതരുത്. അത് അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തതാണ്. എല്ലാത്തിനും അപ്പുറം ഒരു ലോകമുണ്ട്. ആ ലോകത്തേക്ക് തിരിച്ചു പോകേണ്ടവരാണ് നാം. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ. ആമീൻ പറയീൻ. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ. അല്ലാഹു എല്ലാവിധ ദുഃഖങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ഈ 5 കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതോടൊപ്പം തന്നെ പടച്ച റബ്ബിനോട് കരഞ്ഞു ദുആ ചെയ്യുക. എപ്പോഴും ദുആ ചെയ്യുക. ഏതാവശ്യവും പറയേണ്ട രാജാവാരാ? ആരാ? അല്ലാഹു ഏറ്റവും വലിയ ഖജനാവാരുടേരാ? ആകാശഭൂമികളിൽ മുഴുവനും ബ്രാഞ്ചുള്ള ഖജനാവാണ്. വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്. ഫെഡറൽ ബാങ്കിന് ഇവിടെ എല്ലായിടത്തും ബ്രാഞ്ചില്ലല്ലോ. SBIക്ക് എല്ലായിടത്തും ബ്രാഞ്ചില്ലല്ലോ. ആകാശത്തും ഭൂമിക്കും നിറഞ്ഞു നിൽക്കുന്ന ബ്രാഞ്ചുകളുള്ള ഖജനാവിന്റെ മാലിക്കാരാ അല്ലാഹുവാണ്. വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികൾ നിറഞ്ഞു നിൽക്കുന്ന ഖജനാവിന്റെ ഉടമസ്ഥനന്റെ അല്ലാഹ്. നാളെ സ്വർഗത്തിലൊരു പദവിയുണ്ട്. നാളെ സ്വർഗത്തിലൊരു ദറജയുണ്ട്. ആ ദറജയിൽ 3 പേരല്ലാതെ വേറൊരാൾ എത്തൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എത്ര പേര്? 3 പേര്. നാളെ സ്വർഗത്തിലൊരു ദറജയുണ്ട്. ആ വലിയ അമ്പിയാക്കൾ പോലും കൊതിച്ചു പോകുന്നൊരു വലിയ പദവിയുണ്ട്. ആ പദവിയിൽ 3 ആളുകളല്ലാതെ 4ാമതൊരാൾ എത്തിച്ചേരുകയില്ല. അല്ലാഹു നമ്മളെ അതിൽ പെടുത്തട്ടെ. ആമീനോട് ഉസാറില്ലല്ല. അല്ലാഹു നമ്മളെ അതിലെത്തിക്കട്ടെ. 1 വദൂഇയാലിൻ സബൂർ, 1 ദൂ റഹിമിൻ വസൂൽ. കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നവൻ. ആര്? ഒന്നാരാണ്? ദൂ റഹിമിൻ വസൂൽ. 1ാമത്തെ ആള് കുടുംബ ബന്ധം ചേർക്കുന്ന ആൾ. കുടുംബ ബന്ധങ്ങളെ ചേർക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സമയമില്ലല്ലോ. 1 കുടുംബ ബന്ധം ചേർക്കുന്ന ആൾ. 2ാമത്തേത്
വാപ്പയുമായി ഇവിടെയുള്ള കുടുംബ ബന്ധം, ഉമ്മ വഴിയിലുള്ള കുടുംബ ബന്ധം, അങ്ങനെയുള്ള ബന്ധങ്ങളെല്ലാം ചെറുക്കുന്ന ആൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, ആങ്ങളെയും പെങ്ങളെയും തമ്മിലുള്ള ബന്ധം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബന്ധങ്ങൾ പൂർത്തീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തേത് കടബാധ്യതകൾ ഏറെയുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, തലയിലെടുക്കാം തൊന്നെടുത്താൽ പൊങ്ങാത്ത ബാധ്യതകളുണ്ട്. എന്നാൽ എല്ലാ കടങ്ങളും പ്രയാസങ്ങളും ഉള്ളതോടുകൂടെ തന്നെ തൻ്റെ ഭാര്യയ്ക്കും തൻ്റെ വാപ്പാക്കും ഉമ്മാക്കും തൻ്റെ മക്കൾക്കും ഹറാമ് തീറ്റിക്കാത്ത ഗൃഹനാഥൻ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളല്ല, കടബാധ്യതയുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, തീക്കനലിൽ ചവിട്ടിട്ടാ നിൽക്കുക. എന്നാലും തൻ്റെ സംരക്ഷണയിൽ കഴിയുന്ന ഭാര്യ മക്കൾക്കും മാതാപിതാക്കൾക്കും ഹറാമിന് ഭക്ഷണം കൊടുക്കാത്ത ഗൃഹനാഥൻ, അല്ലാഹു നമ്മൾ അതിൽ പെടുത്തട്ടെ. ഭയങ്കര പ്രതിഫലമാണ് മുഅ്മിനീങ്ങളെ, ഭയങ്കര പ്രതിഫലമാണ് അക്കാര്യത്തില്. ഹറാമ് ഹലാല് തമ്മിലൊരു വേർതിരിവ് വേണം സമ്പത്തിൻ്റെ കാര്യത്തിൽ, ഇല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് മുഴുവൻ അശുദ്ധമാവും. ഹറാമും ഹലാലും തമ്മിൽ കൂട്ടിക്കുടയ്ക്കരുത്, ഹലാല് മാത്രമേ ഉപയോഗിക്കാവൂ. എന്ത് പ്രതിസന്ധി വന്നാലും എൻ്റെ ഭാര്യ മക്കൾക്ക് ഒരു തുള്ളി ഹറാമ് കൊടുക്കില്ല എന്ന് തീരുമാനം എടുക്കണം. ഇൻഷാ അല്ലാഹ് ഉറക്കെ പറയും ഇൻഷാ അല്ലാഹ്. അത്ര ഒരു ഉറക്കൊന്നും ഇല്ല. ഇൻഷാ അല്ലാഹ് ഉറക്കെ പറയും. ഇൻഷാ അല്ലാഹ് രണ്ട് സൈസ് ഉണ്ട്. ഒന്ന് ഇൻഷാ അല്ലാഹ് ഇസ്രായേലി ബനു ഇസ്രായേൽ പറഞ്ഞ ഇൻഷാ അല്ലാഹ് ഖുർആനാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പശുവിനെ കൊണ്ടുവരാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ, കറങ്ങി നോക്കട്ടെ, കിട്ടിയാ കൊണ്ടുവന്ന് തരാം. അത് ബനു ഇസ്രായേൽ ഇൻഷാ അല്ലാഹ് കറങ്ങിയൊക്കെ നോക്കട്ടെ മൂസാ നബി, എവിടെയൊക്കെ കിട്ടിയാ കൊണ്ടുവന്ന് തരാം. ഇത് ബനു ഇസ്രായേൽ ജൂതന്മാർ പറഞ്ഞ ഇൻഷാ അല്ലാഹ്. നോക്കട്ടെ ഉസ്താദെ, സൗകര്യമൊക്കെ ഒത്തു വന്ന. രണ്ടാമത്തേത് ഇൻഷാ അല്ലാഹ് ഇസ്മായിലിയാണ്. ഇസ്മായിൽ നബി പറഞ്ഞ ഇൻഷാ അല്ലാഹ് മലത്തിൽ കിടത്തിയിട്ട് കടുത്തിറക്കട്ടെ മോനേന്ന് ചോദിച്ചപ്പോൾ ബാപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ അറുക്ക് വാപ്പാ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അല്ലാഹ് തൗഫീഖ്, നമ്മൾ രണ്ടുപേരും സ്വർഗത്തിലാ ഇൻഷാ അല്ലാഹ്. ആ ഇൻഷാ അല്ലാഹ് ഇസ്മായിൽ നബിയുടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് രണ്ടെണ്ണം ഉണ്ടെന്ന് ഖുർആൻ. ഒന്ന് ഇൻഷാ അല്ലാഹ് ഇസ്രായേലി, ഒന്ന് ഇൻഷാ അല്ലാഹ് ഇസ്മായിൽ. ഇതിലിപ്പോ നിങ്ങൾ ഏതാ പറഞ്ഞത്? പറയണ ഇസ്മായിലി. ഇൻഷാ അല്ലാഹ് ഇസ്മായിൽ നബിയുടെ ഇൻഷാ അല്ലാഹ് ആണ് മുസ്ലിമിന്റെ ഇൻഷാ അല്ലാഹ്, മറ്റേത് ഇസ്രായേലിൻ്റെതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ ആൾ, ഇനി അടുത്ത പറയാൻ പോണ വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ആളാരാന്നറിയോ? അത് ഒരാൾക്ക് നല്ല കാലം, ആ കാലത്ത് അവൻ്റെ മുമ്പിൽ പോയ നമ്മളെ അവൻ ആട്ടി ഓടിച്ചു. ഒരാവശ്യം വന്നപ്പോൾ നമ്മൾ അവൻ്റെ മുമ്പിൽ പോയി. അവനൊന്ന് നല്ല കാലത്ത് ഇരിക്കുക, പ്രതാപകാലത്ത്. അന്നവൻ പോയപ്പോൾ നമ്മൾ ഒന്നുമല്ലാതെ ആട്ടി ഓടിച്ചു. കാലം ഇങ്ങനെ കഴിഞ്ഞു പോയി. കാലം എല്ലാവർക്കും ഉള്ളതല്ലല്ലോ. അൽ ഹർബു ബൈനനാ സിജാൽ ഫയൗമുൻ ലനാ വയൗമുൻ അലൈന. ഒരു ദിവസം നിനക്കാണെങ്കിൽ ഒരു ദിവസം എനിക്കാണ്. കാലം കുറെ കഴിഞ്ഞു, അവൻ പാപ്പരായി, നമ്മളോ ഷെയ്ക്കായി, നമ്മൾ രാജാവായി. അപ്പോ അവൻ നമ്മുടെ മുമ്പിൽ വന്നു. അവൻ നമ്മുടെ മുമ്പിൽ വന്നു. ആ സമയത്ത് അവനോട് പണ്ട് നീ എൻ്റെ മുമ്പിൽ, നിന്റെ മുമ്പിൽ ഞാൻ ഇതുപോലെ വന്നപ്പോൾ നീ എന്നോട് ചെയ്തിപ്പോൾ തിരിച്ചു ആട്ടി ഓടിക്കുന്നവനല്ല, നിന്റെ മുമ്പിൽ വന്നവനെ പഴയത് മറന്നിട്ട് കയ്യയഞ്ഞ് സഹായിക്കുന്നവൻ അവൻ ഈ പ്രതിഫലത്തിരുന്ന റസൂലുള്ളാഹി. അങ്ങനെയൊക്കെ ചെയ്യാൻ വലിയ മനസ്സ് വേണം. നമ്മൾ എന്തുണ്ടെങ്കിലും വാശിയും വൈരാഗ്യവും തീർക്കുന്ന ആളുകളാണ് അല്ലേ? വാശിയുടെ കാര്യത്തിൽ നമ്മൾ ആരും പുറകിലല്ല. എൻ്റെ ഉമ്മാനെ വാപ്പാക്ക് കെട്ടാമെങ്കിൽ വാപ്പാൻ്റെ ഉമ്മാനെ എനിക്കും കെട്ടാം. ഒരു കുട്ടി പറഞ്ഞാണ്, വാശിയുടെ കാര്യത്തിൽ കുട്ടി മുതൽ എല്ലാ ആളുകളും വാശി അല്ല. നമ്മുടെ മുമ്പിൽ അള്ളാഹു ഒരു അവസരം തരും. ആ സമയത്ത് എന്ത് ചിന്തിക്കണം? റബ്ബേ, ഇവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്താൽ അവനും ഞാനും തമ്മിൽ വ്യത്യാസം ഇല്ലല്ലോ. മാത്രമല്ല നീ എന്നെ നോക്കണുണ്ടല്ലോ, ഇപ്പൊ നീ എന്താ ചെയ്യണേ?
ആ സമയത്ത് അവന് പുറത്തു കൊടുത്തിട്ട് അവൻ ആവശ്യമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലത്തിലെത്താൻ വേറൊരാൾക്ക് കഴിയില്ല. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ഇത് കേൾക്ക്. സഹോദരിമാര് പ്രത്യേകിച്ച് കേൾക്കിനി ഹദീസ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഏത് സമയത്തും അള്ളാഹുവിനെ അനുസരിച്ച് ഒന്ന് സഹകരിക്കും. മനുഷ്യന്മാരെ, നിങ്ങൾ എന്തിട്ടും മനുഷ്യന്മാരാടപ്പാ, ഞാൻ പറഞ്ഞ മനസ്സിലാവണില്ലേ? എന്ത് മനുഷ്യന്മാരെ വിളച്ചോനെ. ഇത് ഞാൻ ഈ ആവർത്തിച്ച് പറഞ്ഞ വകല് കഴിഞ്ഞിറങ്ങിയിട്ട് വാക്കവി എന്താ പറഞ്ഞ ഈ 2 മണിക്കൂർ കൊണ്ട് എന്ത് പ്രയോജനം? ഒന്നുമില്ല. ഇനി അടുത്തത് 4ാമത്തെ കാരണമാണ് പറയേണ്ടതല്ലേ? അല്ലേ? 4ാമത്തെ കാരണം നീ അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കുക. ഓക്കെ, അതുമാത്രം മതിയോ? 4ാമത്തെ കാരണം നല്ല ചൂടുള്ള 4ാമത്തെ കാര്യം ചെറിയ കാര്യമല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് ഉറക്കെ ചൊല്ലി. അല്ലാഹു നാം ചൊല്ലിയ സ്വലാത്തിനെ സ്വീകരിക്കട്ടെ. ഇടയ്ക്കൊരു ഉന്മേഷവുമാകും, 10 സ്വലാത്തിന്റെ കൂലിയും കിട്ടും. റാഹത്താണ്. ഞാൻ പറഞ്ഞ 3 കാര്യം ഓർമ്മയില്ലേ? ആ 3 ഓർമ്മയുള്ളവരൊന്ന് കൈപൊക്കിക്കാൻ നോക്കട്ടെ. ഒന്ന് കൈപൊക്ക്, 2 കൈയും പൊക്ക്. നേരെ പൊക്ക്. ഇതിൽ മരച്ചീനയുടെ കമ്പിരിക്കണവർ ഇങ്ങനെ നേരെ ഇങ്ങനെ താഴ്ത്തിയിട്. ഒന്നുമില്ല, ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി. പുറക്കൊക്കെ പോയില്ലേ? ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു മൂവ്മെന്റ് ആണ്. അത്രേ ഉള്ളൂ. വേറെ ഒരു സർജിക്കൽ സ്ട്രൈക്ക്. കേൾക്കുമ്പോൾ തന്നെ പേടിയാ ഭാരതീയനും. 4ാമത്തെ കാര്യം നിന്റെ തഖ്വ മാത്രമല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഉമുർ അഹ്ലക ബിസ്സലാത്ത് വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ പ്രതിസന്ധികളെ മുഴുവനും മറികടന്നിട്ട് നാളെ എല്ലാവിധ പ്രയാസങ്ങളും മാറി സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണോ? അങ്ങനെ ജീവിക്കണമെങ്കിൽ നിനക്ക് മാത്രം അല്ലാഹുവിനെ പേടിയുണ്ടായാൽ പോരാ. ഓരോ ഗൃഹനാഥന്മാർക്ക് നിർബന്ധമാണ് നിന്റെ വീട്ടിലിരിക്കുന്ന പെൺകുട്ടികളോടും ആൺകുട്ടികളോടും നിന്റെ വീട്ടുകാരോടും മുഴുവനും നമസ്കാരം നിർബന്ധമാക്കി കൊടുക്കണേ. അവരോട് നമസ്കരിക്കാൻ പറയണമെന്ന് മാത്രമല്ല, നിന്റെ വീട്ടുകാരോട് മുഴുവനും നമസ്കരിക്കാൻ കൽപ്പിക്കണേ. ആ നമസ്കാരം റമളാനിൽ മാത്രമല്ല, വസ്തബിർ അലൈഹാ, ആ നമസ്കാരത്തിന്റെ മേൽ നിത്യമായി നിലനിൽക്കാൻ നിങ്ങൾ ബദ്ധശ്രദ്ധാലുക്കളാകണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, എല്ലാ കുടുംബത്തിന്റെയും ഐശ്വര്യവും അതിന്റെ ബറക്കത്തും ഇരിക്കുന്നത് ആ വീടിന്റെ ഉള്ളിൽ നടക്കുന്ന അമലുകളുടെ പേരിലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടുകാരോട് കൽപ്പിക്കാനും ചെയ്യാനും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് വഉമുർ അഹ്ലക ബിസ്സലാത്ത്. നിന്റെ വീട്ടുകാരോട് നമസ്കരിക്കാൻ പറയണേ. ഓരോ ദിവസവും നമ്മൾ സുബഹിക്ക് പള്ളിയിലേക്ക് പോകാൻ പോകുമ്പോ ആ സമയത്ത് നിന്റെ ഭാര്യ സുബഹി നമസ്കരിച്ചു എന്ന് നീ ഉറപ്പുവരുത്തണം. പ്രായബുദ്ധിയായ നിന്റെ പെൺമക്കളും നിന്റെ ആൺമക്കളും നമസ്കാരം നിർവഹിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു ഗൃഹനാഥനെ നിർബന്ധമാക്കിയൊരു ജോലിയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇന്ന് ആധുനികതയുടെ നടുവിൽ കിടന്ന് കൂത്താടുമ്പോ എത്ര വീടുകളിലാണ് നമ്മുടെ പെൺമക്കൾക്ക് നിസ്കാരമുള്ളത്? എത്ര ആൺമക്കളാണ് നിസ്കാരം നിർവഹിക്കുന്നത്? ആരുടെയൊക്കെ ഗൃഹാന്തരീക്ഷത്തിന്റെ ഉള്ളിലാണ് പടച്ചറപ്പിന് ഇഷ്ടമുള്ളത് നടക്കുന്നത്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
ഉറക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ഓരോ രക്ഷകർത്താക്കളുടെ പിതാക്കന്മാരുടെ ബാധ്യതയാണ്. ആരുടെ ബാധ്യതയായത്? രക്ഷകർത്താവാരാ? അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ വീട്ടിലെ രക്ഷകർത്താവാരാ? അവിടെയല്ലേ പ്രശ്നം വരിക. ആരുടെ ബാധ്യതയായത്? ഇവിടെ 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 ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ആരുടെ ബാധ്യതയായത്? ആണുങ്ങളുടെ ബാധ്യതയല്ലേ? പിതാക്കന്മാരുടെ ബാധ്യതയാണ്. നിന്റെ വീട്ടില് ഭാര്യമാര് നിസ്കരിക്കുന്നുണ്ടോ? പെൺമക്കള് നിസ്കരിക്കുന്നുണ്ടോ? അവര് ഹിജാബ് ധരിക്കുന്നുണ്ടോ? അവര് തലമറക്കുന്നുണ്ടോ? അവരെ ഹറാമിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കലും പറയലും ഒക്കെ പിതാക്കന്മാരുടെ ബാധ്യതയാണ്. അല്ലേ? ആണോ അല്ലയോ? അത് എന്റെ വീട്ടിലെല്ലാം നടക്കുന്നുണ്ട് ഉസ്താദ്. അങ്ങനെ ലാഘവത്വത്തോടെ പറയരുത്.